അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് എത്തിച്ചേരാൻ തുച്ഛമായ ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അമലുകൾ, അല്ലാഹു നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടണം, അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടണം. അതിനുവേണ്ടി ഒരു മഹത്തായ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലർക്കും സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരാണ്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. പണമില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് ദൈനംദിനമുള്ള ചെലവുകൾ, അങ്ങനെയെല്ലാം നമുക്ക് നോക്കുമ്പോൾ സമ്പത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹലാലായ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാനും ഐശ്വര്യങ്ങൾ വരാനും പണം നമ്മളിലേക്ക് വന്നു ചേരാനും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനും മഹാന്മാര് നമുക്ക് ചില അമലുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ അമലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ചെറിയ സൂറത്താണ് അല്ലാഹുവിന്റെ കലാം. അത് മഹത്വമുള്ളതാണ് മുഅ്മിനീങ്ങളെ. അത് പാരായണം ചെയ്താൽ അല്ലാഹു നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടും. അതുപോലെ പരിശുദ്ധ റമളാൻ ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന രാവുകളും ദിനങ്ങളുമാണ്. അപ്പൊ ആ മഹത്തായ രാവിലെ ദിനത്തിലൊക്കെ നമുക്ക് ഈ ചെറിയ സൂറത്ത് കൊണ്ട് ഒരു ഐശ്വര്യമായ ജീവിതം നമുക്ക് കെട്ടിപ്പടുത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പായി നമ്മൾ റമളാൻ നമുക്ക് അനുകൂലമാകാൻ നാം ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. റമളാൻ നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടതുണ്ട്, അത് അത്യാവശ്യ കാര്യമാണ്. അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത്ഭുതകരമായ മാസമാണ്. ഒരു സമുദായത്തിനും ഇത്ര ശ്രേഷ്ഠതയുള്ള മാസം അല്ലാഹു നൽകപ്പെട്ടിട്ടില്ല. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവുണ്ട്. ലൈലത്തുൽ ഖദ്ർ അടങ്ങിയിട്ടുള്ള ഒരു മാസമാണ് റമളാനിലെ. എല്ലാ രാത്രിയിലും അല്ലാഹു അവന്റെ അടിമകൾക്ക് നരകമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള മാസമാണ്. ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ കൂലിയും ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയും അല്ലാഹു നൽകുന്ന അത്ഭുതകരമായ മാസമാണ്. പരസ്പരം സഹകരണങ്ങൾ കൊടുക്കേണ്ട മാസമാണ്. സത്യവിശ്വാസികളുടെ റിസ്ക് അല്ലാഹു വിശാലമാക്കുന്ന മാസമാണ്. അല്ലേ? ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ പറഞ്ഞു തന്ന അമലുകളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് റമളാൻ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അവന്റെ ആ ഒരു സത്യവിശ്വാസിയുടെ റിസ്ക് അല്ലാഹു വിശാലമാക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കരുണയും മഗ്ഫിറത്തും അല്ലാഹുവിന്റെ റഹ്മത്ത് അവന്റെ അടിമകൾക്ക് നൽകുന്നതാണ്. അവന്റെ മഗ്ഫിറത്ത് പുറത്തു കൊടുക്കുന്നതാണ്. സ്വർഗപ്രവേശനം അല്ലാഹു നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മുഴുവനും നീ നരകം ഹറാമാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. അപ്പൊ നരകമോചനത്തിന്റെ മാസമാണ്. പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ്. അതുപോലെ റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സുജൂദിനും 100 വർഷം സഞ്ചരിച്ചാലും എത്താത്ത വഴി ദൂരത്തിലുള്ള വിശാലമായ തണലുകൾ സ്വർഗത്തിൽ അവന് ലഭിക്കുന്ന മാസമാണ്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മാസമാണ് റമളാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പവിത്രതയും എന്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവനും റമളാനാകാൻ അവൻ ആഗ്രഹിച്ചതിനെ അവൻ ആഗ്രഹിച്ചു പോയനെ എന്ന് നബിയനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അത്രത്തോളം ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. റമളാൻ നമുക്ക് അനുകൂലമാകാൻ, ഇനി റമളാൻ നമുക്ക് അനുകൂലമാകാൻ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തത്, എല്ലാത്തിനും ഒരു മര്യാദ, ഒരു അച്ചടക്കം. ഏത് വിഷയത്തിനും അച്ചടക്കം ഉണ്ടാകണം, ഒരു മര്യാദ ഉണ്ടായിരിക്കണം. ആരോടും തർക്കിക്കാൻ പാടില്ല. ആരോടും തർക്കിക്കാൻ പാടില്ല. ആരെങ്കിലും നിന്റെ അടുക്കൽ തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ പറയണം, ഞാൻ നോമ്പുകാരനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നീ പറയണം, ഞാൻ നോമ്പുകാരനാണ്.
2 റമദാനിൽ ഒരിക്കലും നിസ്കാരം ഖളാ ആക്കരുത്. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കുക. 3 നോമ്പ് മുറി എന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ മാറി നിൽക്കുക. അതായത് ആരെയും കുറിച്ച് ഒന്നും പറയാതിരിക്കുക. അതുപോലെ തന്നെ ഹറാമായത് ഒരിക്കലും നമ്മൾ കാണാതിരിക്കുക. പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഹറാമുകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക. 4-ാമത്തത് റമദാനിലെ ദിക്റുകളും ഔറാദുകളും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ 4-ാമത്തത് റമദാനിലെ ദിക്റുകളും ഔറാദുകളും ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. 5 ഈ റമദാനിൽ ഖുർആൻ പരമാവധി നമ്മൾ ഓതുക. നാളെ മുതൽ തന്നെ എല്ലാവരും പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ഖത്മ് തീർക്കാൻ തയ്യാറാകുക. 6 ദുആകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലുക. 7 ഇടയത്താഴം ഒഴിവാക്കരുത്. അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. ഒരു ഈത്തപ്പഴമെങ്കിലും നമ്മൾ കഴിക്കുക. 8 മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്ന നേരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ നോമ്പ് മുറിക്കാൻ നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. ആ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ നോമ്പ് മുറിക്കുക. ഈത്തപ്പഴമോ പച്ചവെള്ളമോ കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക. പിന്നീട് മറ്റു ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. 9-ാമത്തത് ബന്ധങ്ങൾ ചേർക്കുക, പിണക്കങ്ങൾ മാറ്റുക. 10-ാമത് നമ്മളാൽ കഴിയുന്ന സദഖകൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒന്ന് ഉണർത്തിയതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം ഒന്ന് ഉണർത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയം നമ്മുടെ കുടുംബത്തിൽ പരസ്പരം കലഹമില്ലായ്മയും വഴക്കുകളും ദോഷങ്ങളും ഇവയെല്ലാം മാറ്റി കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാകാൻ സൂറത്തുൽ ദുഹ എല്ലാ ദിവസവും 7 തവണ നമ്മൾ പാരായണം ചെയ്യണം. ഏതാണ് സൂറത്തുൽ ദുഹ? സൂറത്തുൽ ദുഹ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വഴക്കുകളൊക്കെ മാറി സന്തോഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും സൂറത്തുൽ ദുഹ എല്ലാ ദിവസവും 7 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക. എന്നാൽ അല്ലാഹു ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻശിറാഹ് 7 തവണ നിങ്ങൾ പാരായണം ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിൽ മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരത്തിൽ പാകം ചെയ്ത് ആ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ കഴിച്ചാൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് മഹാരുതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. സാമ്പത്തികമായി വർധനവ് ആഗ്രഹിക്കുന്നവർ 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ആ നമസ്കാരങ്ങൾക്ക് ശേഷം ഉടനെ സൂറത്തുൽ ഇൻശിറാഹ് പാരായണം ചെയ്താൽ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നൽകുന്നതാണ്. അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കുന്നതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വസ്ത്രം, അങ്ങനെ അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ പാരായണം ചെയ്യണം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ കുടുംബത്തിൽ പല പ്രശ്നങ്ങളാണ്. അല്ലാഹുവേ സകലവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് Alhamdulillahi Rabbil Alamin. Allahumma salli ala Sayyidina Muhammad wa ala ali Sayyidina Muhammad. Allahumma ighfir lana wa li walidina wa li mashayikhina wa li asatidina Rabbi Rabbana kama rabbawna saghara. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് റമളാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ്.
നീ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാര്യമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.